ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ഒരു ഡയറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധാ ഫുഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇച്ചിരി എക്സസൈസും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തടി കുറയ്ക്കാൻ നോക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഏതൊരു പ്ലാനിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് 2 ലിറ്ററെങ്കിലും മിനിമം വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തായാലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ തടി വെക്കുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സേ അല്ല. എന്തായാലും ടൈം എടുത്തിട്ടായിരിക്കും നമ്മൾ തടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സായിട്ട് തടി കുറയ്ക്കണമെങ്കിലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളൊരു ലോങ് ടേം ഗോളായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും നമ്മൾ ഇതിന് ടൈം എടുക്കും. നമുക്ക് മെല്ലെ മെല്ലെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരുന്നതാണ് നല്ലത്. അങ്ങനെ മോർണിംഗ് തന്നെ നമുക്ക് തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബ്ലാക്ക് റൈസിൻസ്, കറുത്ത മുന്തിരി എടുക്കാം, അല്ലെങ്കിൽ 4-5 ബദാം കഴിക്കാം. മോർണിംഗിൽ നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പലതരം ഡീറ്റോക്സ് ഡ്രിങ്കുകളുണ്ട്. അതായത് ഇപ്പം ജീരക വെള്ളമായാലും അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ വെള്ളം, ചിലർ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്, ACV വാട്ടർ കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാം. പക്ഷേ ACV വളരെ ഒന്നും കൂടെ നല്ലതെന്ന് പറയാം. കാരണം നമ്മുടെ ഫാറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ACV. ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയും. അത് വളരെ നല്ലതാണ്. പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങുമ്പോൾ വെറും സാലഡ്സും അതുപോലെ തന്നെ ഭയങ്കര ഹൈലി സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് എടുത്താൽ നമുക്കൊരു പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മനസ്സിനെടുക്കുന്ന കാര്യങ്ങൾ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട് അത് കഴിക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം പട്ടാണിക്കടലയാണ്. അപ്പോൾ അതിനകത്ത് നല്ല വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വെൽ ബാലൻസ്ഡ് മീലായി. അതുപോലെ തന്നെ ഇത് നമ്മളെ റാഗി പുട്ടാണ്. റാഗി പുട്ടിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫിഷ് കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ റാഗീൻ്റെ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇതിപ്പം പോഹയാണ്. പോഹ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മളതിൽ കടലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കടല മീൻസ് നടുക്കടല. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. വെൽ ബാലൻസ്ഡ് ആക്കാൻ ശ്രമിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഉണ്ടാവണം, പ്രോട്ടീന്, മിനറൽസ്, ഫൈബർ, ഇതെല്ലാം കൂടി ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ കഴിക്കുന്ന സാധനത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റാഗി കൊണ്ട് നമുക്ക് പല ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ പുളിപ്പിക്കാത്ത ദോശയായിട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ കറിയുണ്ട്, വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ അത് ചെയ്യാം. അപ്പം നമുക്ക് എന്നും ഇപ്പോൾ ഈ റാഗിയും നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കഴിക്കുമ്പോഴേക്കൊക്കെ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലത്തെ പത്തിരിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. പക്ഷേ നമ്മൾ അതൊരു വെൽ ബാലൻസ്ഡ് ആക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ചെറുപയറാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്നും ഇടയ്ക്ക് ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് ചെറുപയറിൻ്റെ കറി. അതിനകത്ത് പച്ചക്കായിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കറി മാത്രം തന്നെ ഒരു വെൽ ബാലൻസ്ഡ് മീലാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഇപ്പം 1-2 പത്തിരി എടുക്കാം. പത്തിരിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക, അതായിരിക്കും നന്നാവും. കറി കൂടുതൽ കഴിക്കാം. നമ്മൾ തന്നെ നമ്മൾ അളവ് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങെന്ന് പറയുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഫൈബറും അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല കാൽസ്യം റിച്ചാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ B6 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ C ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു നല്ലൊരു ബാലൻസ്ഡ് മീലാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലുണ്ടായ പപ്പായ ആയിട്ടോ ആഡ് ചെയ്യുന്നത്. പപ്പായൊക്കെ നമ്മൾ എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പപ്പായൊക്കെ വളരെ നമുക്കധികം എന്താ പറയുക കെയറൊന്നും കൊടുക്കാണ്ടാത്തൊരു ചെടിയാണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് വളർന്നു വന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വീട്ടിലുണ്ടാക്കാം, കറി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം. ഒക്കെ നല്ലൊരു ഐഡിയൽ സംഭവമാണ് ഈ പപ്പായ. അപ്പോൾ എല്ലാവരും പപ്പായ വീട്ടിലുണ്ടാക്കണം. പിന്നെ ഞാനിപ്പോൾ പപ്പായ പീസിൻ്റെ കൂടെ നമുക്ക് രാവിലെ ഇവിടെ പുട്ടിൻ്റെ കൂടെയുള്ള കടലയുണ്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി കടലയും കൂടെ എടുത്തിട്ടുണ്ട്. കടല എന്ന് പറയാൻ ഹൈലി റിച്ച് ഇൻ പ്രോട്ടീനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമുള്ളൂ. അപ്പോൾ നോക്കൂ, ഈ ഒരു പ്ലേറ്റ് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് മീലായി മാറിയിട്ടുണ്ട്. കറുത്ത കടലയോ വെള്ളക്കടലയോ നമുക്ക് കുറച്ച് ഉപ്പിട്ട് പൊഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജീസായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ ബ്രെഡ് എടുക്കാം, അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയോ ഒരു മുട്ടയൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗോതമ്പിൻ്റെ ദോശയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫിഷ് കറി ഉണ്ട്. അതുപോലെ തന്നെ ഇത് 2 നമ്മുടെ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. അതിൻ്റെ കൂടെ എഗ് വൈറ്റ് കൊണ്ടുള്ള മുട്ട പൊരിച്ചതും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ പാത്രത്തിലേക്കൊന്ന് നോക്കുക, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണോ ഞാൻ കഴിക്കുന്നുള്ളത് എന്നുള്ളത്. എനിക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, ഫൈബർ കണ്ടൻറ്റ് ഉണ്ടോ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരെയുള്ള സമയത്ത് നമുക്ക് ഇടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്നാക്ക് ചെയ്യാം. പക്ഷേ ഒരുപാട് കൂടരുത്. അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഒരു പിടിയായിട്ടുള്ള നമ്മുടെ കടലയോ അങ്ങനത്തെ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ലഞ്ചാണ്. ലഞ്ച് അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് അധികവും നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം. അതിന് പകരമായിട്ട് നമുക്ക് ഉപ്പേരി അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾ കറികൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എഗ് വൈറ്റ് എടുത്തിട്ട് കഴിക്കാം. എഗ് വൈറ്റ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള. അപ്പോൾ നമുക്കിപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്, ഇപ്പോൾ കറികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ ആഡ് ചെയ്യണമെങ്കിൽ 2 എഗ് വൈറ്റ് എടുത്തിട്ട് നമുക്കൊരു
ജസ്റ്റ് ഒരു എന്താ പറയുക മുട്ട വെച്ചിട്ട് കഴിച്ചാൽ മതിയാവും. ലഞ്ചിനൊക്കെ നമുക്ക് മീറ്റിനേക്കാളും നല്ലത് മീൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫിഷ്, ചെറിയ ചെറിയ ഫിഷുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നിറയുള്ള ഫിഷുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നമ്മളൊരു ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് കാന്താരി മുളക്, ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ കാന്താരി മുളകാണ്, അത് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫാറ്റ് ലോസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതിന് കാപ്സിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവങ്ങളുണ്ട്, അപ്പോൾ അത് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ക്ലോട്ട്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഈ ബേർഡ്സ് ഐ ചില്ലി അല്ലെങ്കിൽ നമ്മുടെ കാന്താരി മുളക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഡെയിലി മീലിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തേങ്ങ, ഇപ്പോൾ നമ്മളിപ്പോൾ ചമ്മന്തി അരക്കുകയാണെങ്കിലൊക്കെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓയിൽ നമ്മൾ ചക്കിലാട്ടി വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 3 to 4 ടീസ്പൂൺ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പൊരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് ജസ്റ്റ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എയർ ഫ്രൈ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ എയർ ഫ്രൈഡ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ, 2-3 ടീസ്പൂൺ ഓയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും ഡീപ്പ് ഫ്രൈ ചെയ്ത ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഫിഷ് ഫ്രൈ ആണ് നമ്മുടെ മനസ്സിന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇത്തിരി ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ലഞ്ചിൽ നമുക്ക് ഫില്ലാക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിളാണ് നമ്മുടെ ക്യാബേജ് നന്നായിട്ട് ഉപ്പേരി ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാം. ചോറിൻ്റെ അളവ് വളരെ കുറച്ചിട്ട്, അപ്പോൾ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് തോന്നും. നമുക്ക് വീണ്ടും എന്തെങ്കിലും മഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്നാക്ക് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി കുറവായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കഴിക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ ചോറ്, വൈറ്റ്, അതായത് മൈദ, പിന്നെ ഷുഗർ, അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പോർഷൻസ് എന്തായാലും കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ 1/4 കപ്പിൻ്റെ ചെറിയ ബൗളിലെടുക്കുക. അതുപോലെ ചമ്മന്തിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം പോയ 2 ടേബിൾ സ്പൂൺ എടുക്കാം. 2 ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 50 ml ആണ്. അതിനൊരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml പാടുള്ളൂ. അപ്പം നമുക്ക് അളവ് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരുപാട് കറികൾ എടുക്കുമ്പോൾ നമുക്ക് കാലറീസ് നന്നായിട്ട് കൂടും. അപ്പോൾ നിങ്ങളിപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയൊരു 1/4 കപ്പിൻ്റെ ചെറിയൊരു ബൗളിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലഞ്ചിലോ അല്ലെങ്കിൽ മിഡ് മീൽ ടൈമിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനം കേട്ടോ കേട് എന്ന് പറഞ്ഞാൽ നമുക്കത് തൈരായിട്ട് അല്ലെങ്കിൽ തൈരിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, കാന്താരി മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ സംഭാരം കുടിക്കുമല്ലോ, അതൊരു ഗ്ലാസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പ്രീബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. നമുക്ക് ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ബാക്ടീരിയാസ് ഉണ്ടാവാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കാം. പക്ഷേ നിങ്ങൾ എന്തായാലും ഡിന്നർ ഒരു 7 മണിൻ്റെ മുമ്പേ നമ്മൾ കഴിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ഡിന്നറിന് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു പഴം പുഴുങ്ങിയത് പോലെ തന്നെ 2 എഗ്ഗുമാണ്. അപ്പോൾ ഞാനിവിടെ 16 to 8 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ ഡേ ടു ഡേ റുട്ടീനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും പറ്റിയ ഒരു ടൈമിംഗ് വിൻഡോ, അതായത് 16 to 8 ആണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾക്ക് പറ്റിയ ഒരു വിൻഡോ ഫോളോ ചെയ്യുക. അപ്പം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരൊന്നും പെട്ടെന്ന് കയറിയിട്ട് 16 to 8 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 16 hours എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ആണല്ലോ. അപ്പം ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ്. ഇപ്പോൾ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ, അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവർക്കും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ബോഡിക്ക് ഒരു റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഡിന്നറിന് ഞാൻ പല സാധനങ്ങളും മാറി കഴിക്കാറുണ്ട്, അപ്പോഴേ നമുക്കൊരു ബോറിംഗ് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റാഗി കാച്ചിയതാണ്. ഹോൾ റാഗി നമ്മൾ നന്നായിട്ട് 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് നമ്മൾ കുറുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് കുറുക്കിയിട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കി വരുമ്പോൾ നമ്മൾ കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമുക്ക് 2 സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മധുരം കഴിക്കാം. ഇപ്പോൾ ഞാൻ പിറ്റേന്നേക്ക് മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ റാഗി കുറുക്കിയ സാധനത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ പാലൊഴിച്ചിട്ട് ഇപ്പം നിങ്ങൾ കണ്ട ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്കിപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് ചിയാ സീഡും കുറച്ച് ഹണി വേണമെങ്കിൽ മധുരത്തിൻ്റെ ഒരു ഇത്തിരി ചേർത്താൽ നമുക്ക് നല്ലൊരു ഡെസേർട്ടും കൂടിയായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കുക, നമ്മുടെ ശരീരത്തിനെ പറ്റി പഠിക്കുക, നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ പറ്റി പഠിക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നമ്മൾ തടി കുറയില്ല. നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു 40 to 41 minutes നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റും, യോഗ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ എന്തായാലും ഒരു 24 hours ഒരു മണിക്കൂർ നമ്മുടെ ശരീരത്തിന്
വേണ്ടിയിട്ട് എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും ഈ വർഷമെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി, അതുപോലെ തന്നെ മൈൻഡും, ബോഡി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മൈൻഡും നമ്മളെപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്